മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഏതുവരെ എന്താണെന്നുമാണ്. ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ഒരിക്കൽ കൂടെ ആലോചിക്കുക, എങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ഫൈ ഈസ് ഈക്വൽ ടു ഏതാണെന്ന് ഞാൻ പറഞ്ഞത് ഇ ഡോട്ട് ഡി എസ് ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. അല്ലെങ്കിൽ അതിന് ഡി ഫൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, ഇ ഡോട്ട് ഡി എസ് ആയിട്ട് എഴുതാം. ഇതിന് ടോട്ടൽ കണ്ടുപിടിക്കാൻ ഒരു തവണ ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി ഫൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറഞ്ഞാൽ അത് ഫൈ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, ഇന്റഗ്രൽ ഇ ഡോട്ട് എന്ന് എഴുതാം, ഡി എസ് എന്ന് എഴുതാം. ഇത്രയും കാര്യം ആ ഫ്ലക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു തിയറമാണ് ഗോസസ് തിയറം. അപ്പൊ ആദ്യ ചാപ്റ്ററിലെ രണ്ടാമത്തെ തിയറം, ഒന്ന് കൂളോംസ് ലായുമായി ബന്ധപ്പെട്ട തിയറം, അടുത്തത് ഗോസസ് ലായുമായി ബന്ധപ്പെട്ട തിയറം. അപ്പൊ ഗോസസ് തിയറത്തിലൂടെ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon naught times the net charge enclosed by the surface. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ഫ്ലക്സ് ആണ് ഈ പറഞ്ഞ ഫൈ. ആ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 1 by epsilon naught times ഈക്വൽ ആണ് എന്തിന്റെ? ആ ചാർജിന്റെ. അപ്പൊ എങ്ങനെ എഴുതാം? ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ 1 by epsilon naught times ആണ് ആരുടെ? ആ ക്ലോസ്ഡ് സർഫസിന്റെ ടോട്ടൽ ചാർജിന്റെ എന്ന് പറഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു 1 by epsilon naught into എന്തെന്ന് എഴുതാം? Q എന്ന് എഴുതാം. ഇതാണ് ഗോസസ് തിയറത്തിന്റെ സമവാക്യം. ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ് ഫൈ ഈസ് ഈക്വൽ ടു Q by epsilon naught. ശ്രദ്ധിക്കുക, ഫൈ എന്ന് പറഞ്ഞാൽ അത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? Q by epsilon naught എന്ന് എഴുതാം. ഇതും ഏത് തന്നെയാണ്? ഗോസസ് തിയറം തന്നെയാണ്. ഗോസസ് തിയറവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സമവാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഈ ബോർഡിലേക്ക് നോക്കി, ഗോസസ് തിയറം നമുക്ക് എങ്ങനെ തെളിയിക്കാം? പ്രൂഫ് ഓഫ് ഗോസസ് തിയറം. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം, +2 സ്റ്റേറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഒരു ചോദ്യം തന്നിരുന്നാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് 3 പാർട്ടോ 2 പാർട്ടായിട്ടായിരിക്കും, ABC പാർട്ടായിരിക്കും. അതിൽ എ പാർട്ട് ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് എങ്കിൽ ബി പാർട്ട് ഗോസസ് തിയറം തെളിയിക്കാനായിരിക്കും, സി പാർട്ട് ഗോസസ് തിയറവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഉറപ്പായിട്ട് ഗോസസ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്ത് പഠിക്കുക? പ്രൂഫ് പഠിക്കുക. ശ്രദ്ധിച്ചിരിക്കുക, ഞാനൊരു ചാർജിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു സ്പിയർ ആണെന്ന് കരുതുക. ആ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P. ഈ P യുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, പുറത്തേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ഒരു ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യുക. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്ത സർഫസ് എന്ന് പറയുന്നത്. സർഫസ്, ഈ സർഫസിന്റെ ഏരിയ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. സർഫസ് ഏരിയ ഈ ഡയറക്ഷനിലാണ്, ds. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള സമവാക്യം ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതനുസരിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon naught into Q ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇതാണ് ഇവിടെ P എന്ന പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്ക് തെളിയിക്കേണ്ടത് ഗോസസ് തിയറമാണ്. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ Q by epsilon naught ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സമവാക്യം പരിഗണിക്കുക. ഈ സമവാക്യത്തിൽ ഇ ഡോട്ട് ഡി ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്
ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതിക്കൂടെ ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എഴുതിക്കൂടെ ഇ ഡി എസ് കോസ് തീറ്റ. ഡോട്ട് മാറി അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് മാറ്റാം, കോസ് എടുക്കുക, ക്രോസ് ആണെങ്കിൽ സൈൻ വരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഏരിയയ്ക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനും ഇടയ്ക്ക് ആംഗിൾ തീറ്റ 0 ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് എഴുതാം. ഈക്വൽ ടു ഇയുടെ വാല്യൂ ഇയുടെ വാല്യൂ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 1/4πε0 ഇൻറ്റു q ബൈ r സ്ക്വയർ ഇൻറ്റു എന്ന് എഴുതാം ഡി എസ് എന്ന് എഴുതാം. ശ്രദ്ധിച്ചേ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റുകളെ പുറത്തെടുക്കുക. ഇത്രയും കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ q ബൈ 4πε0 r സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിച്ച കൺസിഡർ ചെയ്ത ഏരിയയുടെ അല്ലെങ്കിൽ ആ സർഫസിന്റെ ഏരിയ. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയ. ഇതൊരു സ്പിയർ ആണ്. സ്പിയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4π ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ ആണ്, 4πr സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സമവാക്യം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് സമം q ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ ഇൻറ്റു ഈ ഇന്റഗ്രൽ ഡി എസിന് പകരം 4πr സ്ക്വയർ കൊടുക്കുക. 4πr സ്ക്വയർ 4π ക്യാൻസൽ ചെയ്യുക, r സ്ക്വയർ ക്യാൻസൽ ചെയ്യുക. ബാക്കി ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അത് q ബൈ എപ്സിലോൺ നോട്ട് ആണെന്ന് കിട്ടും. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലക്സ് ഫൈ ആണ്. അപ്പോൾ ഫൈ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, q ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഫൈ ഈക്വൽ ടു q ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞ നിയമത്തിന്റെ പേരാണ് ഗോസസ് തിയറം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചു, അത് എന്ത് ചെയ്യാൻ പഠിച്ചു, പ്രൂവ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം. ഗോസസ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യം പഠിച്ച നിയമമായിട്ടുള്ള കൂളോംസ് ലായും ഗോസസ് തിയറവും തമ്മിലൊരു ബന്ധമുണ്ട്. ബന്ധം മീൻസ് ഈ കൂളോംസ് ലായെ നമുക്ക് ഗോസസ് തിയറത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും കൂളോംസ് ലാ കണ്ടെത്തുക, ഏതിൽ നിന്ന്, ഗോസസ് ലായിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിത്രം പരിഗണിക്കുക. ഒരു സ്ഫിയർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സെന്ററിലായിട്ട് ഒരു +q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ഡിസ്റ്റൻസ് അകലെ ഈ പറഞ്ഞ ആളുണ്ട്, P എന്ന പോയിന്റ് ഉണ്ട്. ഞാനൊരു ചെറിയ സ്മാൾ സർഫസ് ഏരിയ പരിഗണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ഗോസസ് തിയറം അനുസരിച്ച് ഗോസസ് തിയറം φ = q ബൈ എപ്സിലോൺ നോട്ട് എന്നാണ് സ്റ്റേറ്റ് ചെയ്തത്. അല്ല എങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്തായിരിക്കും, q ബൈ എപ്സിലോൺ നോട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും φ = ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു എന്ന് എഴുതാം, q ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഇത്രയുമാണ് ഗോസസ് ലാ എന്ന് പറഞ്ഞത്. നമുക്കിവിടെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗോസസ് ലായിൽ നിന്നും കൂളോംസ് ലായിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ സർഫസ് ഏരിയയും ഒരേ ഡയറക്ഷനിലാണ്. ഇതിന്റെ സർഫസുമായി ബേസ് ചെയ്ത് വരുന്ന ഏരിയയും ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ 0 ആയിരിക്കും, cos 0 1 ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അത് ഇന്റഗ്രൽ ഇ ഡി എസ് ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ ഇ ഡി എസ് ഈക്വൽ ടു എന്ന് എഴുതാം, q ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഈ പുറത്തെടുത്ത ബാക്കി ഇന്റഗ്രൽ ഡി എസ് ആണ്. ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു q ബൈ എന്ന് എഴുതാം, എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഡി എസ് ഈ കൺസിഡർ ചെയ്ത ചെറിയ സർഫസിന്റെ ഏരിയ. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ആ സ്പിയറിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആയിട്ട് മാറും. സ്പിയറിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ഏരിയ ഓഫ് ദി സ്പിയർ എന്ന് പറഞ്ഞാൽ അത് 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ E ഇൻറ്റു 4πr² ഈക്വൽ ടു q ബൈ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടും. അതിൽ നിന്ന് E ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q ബൈ r² എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനെന്താ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡിവിഷനായി മാറും. അപ്പോൾ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു q ബൈ r² ആണ്.
അപ്പൊ എന്താ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചാർജുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 × Q/r² ആണ്. പക്ഷേ നമ്മൾ നേരിട്ട് എഴുതാതെ ഇത്രയും സ്റ്റെപ്പിലൂടെ ഇതിലേക്ക് എത്തിച്ചേർന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കണ്ടെത്തേണ്ടത് ഗോസസ് തിയറത്തിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ കണ്ടെത്തേണ്ടുന്നത് ഗോസസ് തിയറത്തിൽ നിന്ന് കൂളോംസ് ലായിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉറപ്പായിട്ടും ആ സ്ഥലത്ത് എന്ത് വേണം? ഗോസസ് ലാ തെളിയിക്കുന്ന അല്ലെങ്കിൽ ഗോസസ് ലായുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരുന്നത്, ഓർത്തിരിക്കും. ഇനി ഈ പി എന്ന പോയിന്റിൽ നിങ്ങൾ Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക. അങ്ങനെ പ്ലേസ് ചെയ്താൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടെത്താം? ഒരു ചാർജുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F = ചാർജ് Q0 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാം. F = QE എന്ന ഇക്വേഷനിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിന് പകരം ഏത് കൊടുക്കുക? ഇത് അപ്ലൈ ചെയ്താൽ F = 1/4πε0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറി? R² ആയിട്ട് മാറി. അതായത് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു രണ്ട് ചാർജിന്റെ പ്രോഡക്റ്റുകൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇതാണല്ലോ നമ്മൾ ഏതി പഠിച്ചത്? കൂളോംസ് ലായിൽ പഠിച്ചത്. കൂളോംസ് ലായുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതാണ്. രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി ആണ്, എന്നാൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ ഇത് കൂളോംസ് ലായുടെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ എത്തിച്ചേരുന്നത് ഗോസസ് തിയറത്തിൽ നിന്നാണ്. അപ്പൊ ഗോസസ് തിയറത്തിൽ നിന്ന് എന്തിലേക്ക് പോകാൻ പറ്റും? കൂളോംസ് ലായിലേക്ക് പോകാൻ പറ്റും. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും, കൂളോംസ് ലാ ഫ്രം ഗോസസ് തിയറം. അതായത് കൂളോംസ് ലാ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുക. ഇതിൽ നിന്ന് ഗോസസ് തിയറത്തിൽ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് ഗോസസ് തിയറം എന്താണ്, ഗോസസ് തിയറത്തിന്റെ പ്രൂഫ് എന്താണ്, ഗോസസ് തിയറത്തിൽ നിന്ന് എങ്ങനെ കൂളോംസ് ലായിലേക്ക് എത്താം. ഇതോടുകൂടി തീരുന്നു. ഈ ചാപ്റ്ററിൽ ഇനി പ്രധാനമായും പഠിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. അടുത്ത ക്ലാസ്സിൽ പഠിക്കും ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക.